എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാനും പരീക്ഷകളിൽ വിജയം നേടാനും ശ്രമിക്കുമ്പോൾ പഠനം കഴിഞ്ഞവർ നല്ല ജോലിയിൽ പ്രവേശിക്കാനും ജോലിയിലുള്ളവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിക്കായോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിരിക്കും ശ്രമിക്കുക. അതുപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ അതിനെ വിപുലീകരിക്കാനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനോ ശ്രമിക്കുന്നതാണ്. ഇതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. ഗ്രഹമാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ 4 ഗ്രഹങ്ങളും 2025 രാശി മാറുന്നുണ്ട്. അതായത് മാർച്ച് മാസം ശനിയും മെയ് മാസത്തിൽ വ്യാഴവും രാഹുകേതുക്കളും രാശി മാറുന്നതാണ്. ഈ മാറ്റങ്ങളൊക്കെ ചില കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെയും ചില കൂറുകാർക്ക് പ്രതികൂല ഫലങ്ങളെയുമാണ് നൽകാൻ പോകുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വർഷം തുടങ്ങുമ്പോൾ ഗ്രഹനില അത്ര അനുകൂലമല്ലെങ്കിലും മാർച്ച് മാസത്തിലെ ശനിമാറ്റവും മെയ് മാസത്തിലെ വ്യാഴമാറ്റവും വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് തുലാക്കൂറുകാർക്ക് നൽകാൻ പോകുന്നത്. മാർച്ച് 29-ാം തീയതി ശനി ഭഗവാൻ മീനക്കൂറിലേക്ക് മാറിയതിനു ശേഷം ജോലി, തൊഴിൽ, സാമ്പത്തികം തുടങ്ങി പല കാര്യങ്ങളിലും തുലാക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം നേടാനും സാധിക്കും. താൽക്കാലിക ജോലിയിലുള്ളവർക്ക് ജോലി സ്ഥിരപ്പെടും. ഉപരിപഠനത്തിനായും ജോലിക്കായും വിദേശത്ത് പോകാൻ യോഗമുണ്ടാകും. ഇപ്പോഴുള്ള ജോലിയേക്കാൾ മെച്ചപ്പെട്ട ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതാണ്. ജോലിയിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കും. പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതിയും ദശ അപഹാരങ്ങളും അനുകൂലമായവർക്ക് സർക്കാർ ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. മെയ് മാസം മുതൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സന്തോഷം, സുഖം, സമ്പത്ത് എന്നിവ ഉണ്ടാകും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹം നടക്കും. നിലവിലെ വിവാഹബന്ധത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ഭൂമിയോഗം, വാഹനയോഗം എന്നിവ ഉണ്ടാകും. ഗൃഹോപകരണ സാധനങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും. പിതാവിൽ നിന്നും സഹായവും പിന്തുണയും ലഭിക്കും. വളരെ നാളായി പോകാൻ ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധിക്കുന്ന സമയമാണിത്. ഈ കാലയളവിൽ ഭാഗ്യം വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ തേടിയെത്തും. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും സാധിക്കുന്ന സമയമാണിത്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും. അതേസമയം മെയ് മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം രാഹുവിൻ്റെ 5-ാം ഭാവസഞ്ചാരം മൂലം ചില ദോഷഫലങ്ങളും കേതുവിൻ്റെ 11-ാം ഭാവസഞ്ചാരത്താൽ ആഗ്രഹിച്ചിരുന്ന ജോലിക്ക് നിയമന ഉത്തരവ് ലഭിക്കുക, കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വിട്ടൊഴിയുക, ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അന്തർദേശീയ തലത്തിൽ അംഗീകാരം ലഭിക്കുക, ഇതുപോലെയുള്ള നിരവധി ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ തുലാക്കൂറിൽ ജനിച്ചവർക്ക് 2025 അനുകൂലമായ ഫലങ്ങളായിരിക്കും അധികം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറിൽ ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.